ആ ഫുഡിനോടുള്ളൊരു അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? ഞാനെല്ലാം കഴിക്കുന്ന ആളാണ്, പക്ഷെ അങ്ങനെ ഒരുപാട് കഴിക്കില്ലെന്നുള്ളൂ. കുറേശ്ശെ കഴിക്കുള്ളൂ എല്ലാവരും. ഒരു മമ്മൂക്ക എല്ലാം കഴിക്കും, പക്ഷേ കുറച്ച് ലിമിറ്റ് വെച്ച് കഴിക്കും. ഞാൻ എല്ലാം കഴിക്കും. എനിക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുള്ളൂ. മിക്കതെ ആ, കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കും. എല്ലാം കഴിക്കും. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ എല്ലാം നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എല്ലാം കുറച്ച് കഴിക്കുന്ന ആളാണ്. ബിരിയാണിയൊക്കെ ഇത്തിരി കഴിക്കുള്ളൂ, കുറച്ച് കഴിക്കുള്ളൂ. ഞാൻ നേരത്തെ പ്ലാൻ ബി ചോദിച്ചില്ല. ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയുമ്പോഴേ ഇപ്പം പെട്ടെന്ന് ഒരു ഐറ്റം വർക്ക് ആവുന്നില്ല, ഒരാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നൊരു അസൗകര്യം വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ബി എപ്പോഴെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഷോയ്ക്ക് പോയപ്പോൾ കലാഭമണി, ഞാൻ കോട്ടയം നസീറൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഷോ പോയപ്പോൾ ആകെ 10 പേരേ ഉള്ളൂ ആ ഷോയിൽ. വർഷങ്ങൾക്ക് മുമ്പാണ്, 98 എൻ്റെയും മണിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്താണ്. വിത്ത് വൈഫ്, ഞങ്ങൾ രണ്ടുപേരും വൈഫുമാരുണ്ട്. ഹണിമൂൺ ട്രിപ്പ് കൂടിയാണ്. പോകുന്ന വഴി ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഫ്ലൈറ്റ് മിസ്സായി. ഫ്ലൈറ്റ് മിസ്സായിട്ട് പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്ന സാധനം, പിന്നെ ഉള്ള ഫ്ലൈറ്റൊക്കെ നോക്കിയപ്പോൾ മറ്റേ അവിടെ പ്രോഗ്രാം സ്ഥലത്ത് എത്തുന്നത് എയർപോർട്ടിൽ എത്തിയിട്ട് 1 മണിക്കൂർ ഓട്ടോ ഉണ്ട് പ്രോഗ്രാം. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റിൽ 4 പേർക്ക് ടിക്കറ്റുള്ളൂ. ആ ഫ്ലൈറ്റ് അവിടെ ചെന്ന് നേരെ സ്റ്റേജിലേക്ക് കയറിയാൽ 6 മണിക്ക് ഷോ അനൗൺസ് ചെയ്തേക്കുന്നത് 6 മണിക്കാണ്. 5:45 അവിടെ എത്തുള്ളൂ. 6 മണിക്ക് ഷോ തുടങ്ങാൻ 4 പേർക്കേ പറ്റുള്ളൂ. പിന്നെ അടുത്ത ഫ്ലൈറ്റ് അവിടെ എത്തുന്നത് 1.5 മണിക്കൂർ ഡിലേ ഉണ്ട്. അവിടെ ആളെത്തുമ്പോൾ സ്റ്റേജിൽ ഇതോടെ എത്തും. അങ്ങനെ ആദ്യത്തെ ട്രിപ്പിൽ പോയപ്പോൾ എല്ലാവർക്കും മടിയായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ദീപക് ദേവ് ഉണ്ട്, രേണു ചേച്ചി ഉണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാളും കൂടി വരാൻ പറഞ്ഞു. മണി. അപ്പോൾ മണി പറഞ്ഞടാ, ഞാൻ വൈഫിനും കൂടി ടിക്കറ്റ് ഇതില്ലാണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല നമുക്ക് ആദ്യം പോയിട്ട് തുടങ്ങാം, വൈഫുമാരിവിടെ നിൽക്കട്ടെ, അപ്പോൾ നമുക്ക് 4 മണിയൊന്നുമില്ലട. അപ്പോൾ വൈഫ് നോക്കിയപ്പോൾ പാവം നാട്ടുപുറത്ത് തരില്ല, അവൾക്ക് വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ന് ശരി, നിങ്ങൾ അടുത്ത ഫ്ലൈറ്റിന്. അപ്പോൾ ഞാൻ നസീറിന് അങ്ങനെ. അപ്പോൾ ഒരു ഷോ അവിടെ പോയിരുന്നാൽ ഈ 4 പേര് തുടങ്ങിയേ തീരൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ധൈര്യം കുറവ്. കാരണം മണികിലുക്ക് എന്ന് പറയുന്ന ഷോയാ, ടൈറ്റിൽ മണിയാണ്. അവിടെ മണി ഇല്ലാതെ നമ്മൾ ഷോ തുടങ്ങാമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ രേണു ചേച്ചി, ഞാനും, ദീപക് ദേവ് ഉണ്ട്, പിന്നെ എൻ്റെ വൈഫ്. വേറെ ആരും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വൈഫിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ വൈഫും വന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ 3 പേരും വെച്ചിട്ട് ഷോ തുടങ്ങി. 1.5 മണിക്കൂർ രേണു ചേച്ചി ഞാനും മാത്രം നിന്ന് ടച്ചിന് പാടുകയാണ് ദീപക്കുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ ഈ പണ്ട് ഏഷ്യാനെറ്റിൽ സരിഗമയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാരണം കുറച്ച് ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ചോദിച്ച്, അതിൻ്റെ പല്ലവി പാടിയ നിങ്ങൾ അനുപല്ലവി പാടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇടയ്ക്ക് ആൾക്കാർ ചോദിച്ചോണ്ട് മണി ഓർഡറോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, വരും. സ്ഥലം എവിടെയത്? US കലാഭമണി ഓർഡറോ കോട്ടൺ സീറോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ടിൻ്റെ ലിസ്റ്റ് പാടുന്ന സാധനമൊക്കെ അവസാനം ഇനി ദേശീയഗാനം കൂടി പാടും. ഒരു രേ ആ പാട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണക്ട് ചെയ്തിട്ട് ദേശീയഗാനമാണ്. ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ലിസ്റ്റൊക്കെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ AC ഹാളിൽ നിന്ന് വേർത്ത് സൈഡിലൊക്കെ അതിനിടയിൽ പരിങ്ങി നോക്കുന്നുണ്ട്, മണി വരുന്നുണ്ട്. കുറേ കഴിപ്പം മണിയോ എത്തി എന്ന് പറഞ്ഞു. പിന്നെ കയറി അന്നാണ് പിന്നെ മണി സ്റ്റേജിൽ കൈയെടുത്ത് അവൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂല്ലോ. അങ്ങനെ മണി കയറി നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത ഇതിൽ വന്നപ്പോൾ സുചിത്രയും മറ്റേ പ്രവീണൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവർ ഡാൻസിന് റെഡി. അവർ അങ്ങനെ ആ ഷോ ആരും അറിയാത്ത വിധത്തിൽ സക്സസ് ആയി ഇത് പോയി. പക്ഷേ അത് ഈ പറയുന്ന പോലെ ഒരു പ്ലാനും ഇല്ലാതെ പ്ലാൻ ബി ആണ്. നീ പറഞ്ഞ ഒരു പ്ലാൻ ബി ഇല്ലേ, ആ സമയത്ത് കയറുക എന്ന് പറയുന്നത് പ്ലാൻ ബി അല്ല, അത് അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനിക്കണതാണ്. അതെല്ലാവരും. പിന്നെ കോട്ടയം നസീർ എല്ലാവരും കയറ്റി വിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന കലാകാരന്മാരാണ് കൂടെ ഉണ്ടായിരുന്നത്. വലിയ അനുഗ്രഹം. അതിപ്പോൾ വെറുതെ കയറി തള്ളി വിട്ടിട്ട് അയ്യാ 1 മണിക്കൂറൊന്ന് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും നമുക്ക് പറ്റും. നസീറിനാണെങ്കിലും എനിക്കാണെങ്കിലും മണിക്കാണെങ്കിലും 1 അല്ല 2 മണിക്കൂർ നമ്മൾ ആളെ പിടിച്ചു നിർത്താനായിട്ട് ഉള്ള ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് ഉള്ളതിൻ്റെ ഒരു കോൺഫിഡൻസാണ്, അല്ലാതെ പറ്റില്ല. അത് ഈ എക്സ്പീരിയൻസാണ്, സ്റ്റേജ് എക്സ്പീരിയൻസ്.
അമർ അക്ബർ അന്തോണിയുടെ ഒരു ഇൻ്റർവ്യൂവിനിടയ്ക്ക് നാദർഷിക്ക പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. പൃഥ്വിരാജിൻ്റെ അടുത്ത് പോയി കഥ പറയുമ്പോൾ പൃഥ്വിരാജ് പറയുന്നത് ഇത് എത്ര ദിവസത്തിനുള്ളിൽ ഷൂട്ട് തീർക്കാൻ പറ്റുമെന്ന് പറയുമ്പം ഇതൊരു 30 ദിവസം മതി, ഞാൻ ദേമാവലുമ്പത്തൊക്കെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം പൃഥ്വിരാജിൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പം ആ ഒരു ഡയറക്ഷൻ നാദർഷിക്ക, പിന്നെ അമർ അക്ബർ അന്തോണി ഗംഭീരമായിട്ട് ചെയ്യുന്നു. ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നും നാദർഷിക്കയുടെ ഡയറക്ടർ ഇപ്പോൾ മാജിക് മഷ്റൂം വരെ എഴുതി നിൽക്കുമ്പോൾ ആ ഡയറക്ടർ ഒരു വളർച്ച എങ്ങനെ നോക്കിക്കാണുന്നു? ഈ അങ്ങനെ ടെൻഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ല നമ്മളൊക്കെ. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റുകൾക്ക് നമ്മൾ മെൻ്റൽ ടെൻഷൻ പറഞ്ഞപ്പോഴാന്ന് പറയുക, ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് മുന്നോട്ട് പോകില്ല. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, ടെൻഷൻ അടിച്ച് നമ്മുടെ ആരോഗ്യം കളയുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് ചില സമയത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള മഴ വരും, ഇതൊക്കെ. അപ്പം നമുക്കറിയാം നമ്മൾ ആ സമയത്ത് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുക എന്നല്ലാണ്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് നിന്നിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന സാധനമുണ്ട്. അതിപ്പോൾ അമർ അക്ബർ അന്തോണി ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ട്, രാജു എല്ലാ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മളെക്കാൾ വർക്കിൻ്റെ കാര്യത്തിൽ സീനിയർ അല്ലേ അവർ, സുജിത്താണെങ്കിലും ക്യാമറമാനാണെങ്കിലും. അപ്പം ഞാൻ തമാശക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാണ്ട് 30 ദിവസം കൊണ്ട് തീർക്കില്ല. മാവേലി കൊമ്പത്ത് 10 ദിവസം കൊണ്ട് 10 പാട്ടും 10 സ്കിറ്റുമാണ് ഷൂട്ട് ചെയ്യണത്, 1 മണിക്കൂർ ഐറ്റം. അപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് ഞങ്ങൾ പറയേ 10 പാട്ടും 10 1 മണിക്കൂർ കണ്ടൻറ്റ് മാക്സിമം ഞങ്ങൾക്ക് 10 ദിവസം മതി. അപ്പോൾ ഇത് 2.5 മണിക്കൂർ കണ്ടിട്ട് പറഞ്ഞാൽ 30 ദിവസം തന്നെ ഇവർ കളിയാക്കിയതാണ്, അല്ലാണ്ട് സിനിമ ചെയ്യാൻ വേണ്ടി അവന്മാർ ഇങ്ങോട്ട് കളിയാക്കിയതാണ്. ഇക്കാക്ക അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഈ മാവേലി മുമ്പത്തൊക്കെ എത്ര ദിവസം ഉണ്ടാവും ഷൂട്ട് ചെയ്തിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ 10 ദിവസമാണ് ചോദിച്ചു. അത് എത്ര പാട്ടുണ്ടോ? ഞാൻ പറഞ്ഞ 10 പാട്ടും. 10 പാട്ടും 1 മണിക്കൂർ കണ്ടിട്ട് 10. അപ്പോൾ ഇത് നമുക്ക് 30 ദിവസം പോരെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് നമ്മൾ ട്രോൾ ചെയ്താണ്. നമ്മൾ പിന്നെ സോങ് എടുക്കാൻ ഹൈദരാബാദിൽ ചെന്നപ്പോൾ 5 ദിവസം കൊണ്ട് 2 സോങ് തീർത്ത്. ദിനേശ് മാസ്റ്ററാണ് കൊറിയോഗ്രാഫർ. അപ്പോൾ ഇക്ക ചോദിച്ചാണ്, ഇത് കൊള്ളാല, ഇനി 10-20 സീനും കൂടി ഉണ്ട്, അതുകൂടി എന്താ മാസ്റ്ററെ ഏൽപ്പിക്കാം. ആ ഇപ്പം ലാഭമായല്ലോ എന്നൊക്കെ. ലാഭമായില്ലോ. ഞാൻ ചോദിച്ചത് ഒരു ഡയറക്ടറുടെ ഒരു വളർച്ച എങ്ങനെ നോക്കുകയാണെന്നുള്ളതാണ്. ഇത്രയും സിനിമകളാകുന്നു, അങ്ങനെ വളർന്നു എന്നുള്ളൊരു തോന്നലൊന്നുമില്ല, ഒരു വളർച്ചയില്ല. ആദ്യത്തെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ ചെയ്ത് അതേ പേടിയും അതേ ടെൻഷനും ഇവർക്കറിയാവുന്നതാണ്. ഫസ്റ്റ് പടം ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ വലിയ വളർച്ചയൊന്നും ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാനസികമായിട്ട് ഞാൻ അല്ല, അത് എനിക്ക് ഭയങ്കര നല്ലതാണ്. ഇപ്പം നമ്മൾ സ്റ്റേജ് ഷോയ്ക്ക് കയറുകയാണെങ്കിലും നമ്മൾ സ്ഥിരം ചെയ്യണല്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറണ പോലെ ആ ടെൻഷനിലേക്ക് അവിടെ അന്നേരം വയറുവേനെടുക്കും. എനിക്കും അങ്ങനെ കേട്ടോ. അത് സത്യമാണ്. അതായത് ഫസ്റ്റ് പാട്ട് പാടാൻ കയറുന്നതിന് മുമ്പ് ഇപ്പോഴും ഉണ്ട് കൈക്കൊരു വിറവലും ഇത് എത്ര സ്റ്റേജ് 10,000 സ്റ്റേജ് കവർ ചെയ്താണ് നമ്മൾ. പക്ഷെ ഇപ്പോഴും ആദ്യത്തെ പാട്ട് പാടാൻ കയറുമ്പോൾ അപ്പോൾ ചിത്ര ചേച്ചിയും ഞാനും കൂടി വന്നപ്പോൾ UK വിനീത് ശ്രീനിവാസനും ഞാനും ചിത്ര ചേച്ചി കൂടി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചി പറഞ്ഞ് എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പ്രയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ചേച്ചി എന്ത് ടെൻഷൻ ഉണ്ടാകും? ഞാൻ പറഞ്ഞു ഇപ്പോഴും ഉണ്ട് ചേച്ചി, കൈകാലം പറവില്ല ഫസ്റ്റ് പാട്ട് പാടാൻ കയറുമ്പോൾ. ചേച്ചി പറഞ്ഞു അത് നല്ലതാണ്. ഞാൻ പറയാം ചേച്ചി പറഞ്ഞ് നല്ലതാണ് നാദർഷ, ആ ഒരു പേടിയാണ് നമ്മൾ നിലനിർത്തുന്നത്. അതെന്ന് നഷ്ടപ്പെടുന്നു അന്ന് നമ്മൾ കലാകാരൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നു. കറക്റ്റ് അത്. ആ പേടിയുണ്ട് ഇപ്പോഴും സിനിമ ഈ എല്ലാ ജോലി ചെയ്യുമ്പോഴും പേടിയുണ്ട്. ഏത് ജോലിയിലും ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള തോന്നൽ എനിക്കില്ല. മ്യൂസിക് ചെയ്യുമ്പോഴും പാടുമ്പോഴും ഇത് ചെയ്യുമ്പോഴും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തോന്നല്ലോ. ഉണ്ട്. നമ്മൾ ഒന്നും എത്തിയിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ടെക്നിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മൈക്ക് കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു ഇതെന്തൊക്കെയാണ് ഇത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനങ്ങൾ. ഇത് നമ്മളെല്ലാ ഒന്നുമില്ല. മറ്റത് ഇവിടെ വെച്ചാൽ ഇൻ്റർവ്യൂ, ഇതിങ്ങനെ വെച്ചാൽ പോഡ്കാസ്റ്റ്. കമ്പേ കുത്തിയ പോഡ്കാസ്റ്റ്, ചങ്കത്ത് വെച്ച ഇൻ്റർവ്യൂ, അത്രേ ഉള്ളൂ സാറോ. ഇതും മറക്കൂലെന്ന് പറഞ്ഞില്ല, ഇതിൽ കൊണ്ടുവന്ന് മറ്റത് ഒട്ടിച്ച് വെച്ചേക്കാണ്. കളഞ്ഞ് സസ്പെൻസ് കളഞ്ഞ് 2 നട്ടിലും 1 മുഴ കയറിലുമാണ് നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്യണത് അല്ല ഇത് നമ്മളുടെ ഇതിന് ട്രെയിലർ ലോഞ്ചിന് മറ്റേ ഇവൻ ജയസൂര്യ കയറിയിട്ട് പറഞ്ഞു പവർ ബാങ്ക് കൊടുത്തല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക്. എവിടെയാണെങ്കിലും ഈ ടെക്നിക്കലി ഇതൊരു ഷോയാണ്. ചിലവർ റിമോട്ട് ഇല്ല, അങ്ങനെ ഇത് ഡിവൈസ് ഇല്ല. അപ്പോൾ അത് കാരണം മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് TV-യുടെ റിമോട്ടാണ് കൊടുക്കുന്നത്. ഈ സ്ക്രീനിലേക്ക് LED വാളിലേക്ക് TV-യുടെ റിമോട്ട് വെച്ചിട്ട് എന്ത് കാണിക്കുന്നത്? ഈ ലാപ്പിൽ പ്രസ് ചെയ്യുന്നത് ലാപ്പ് ഓഫാക്കി വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അതിലൊന്നും കാര്യമില്ല. അതൊരു ഷോ ഓഫ്, അതൊരു ചടങ്ങാണ്, അത്രേ ഉള്ളൂ.